തെക്കൻ കശ്മീരിലെ ത്രാൽ പ്രദേശത്തെ ആസിഫ് ഷെയ്ഖിന്റെയും അനന്ത്നാഗിലെ ബിജ്ഭേര മേഖലയിലെ ആദിൽ തോക്കറിന്റെയും വീടുകളാണ് തകർത്തത്. വീട്ടിൽ സ്ഫോടന വസ്തുക്കൾ ഉണ്ടായിരുന്നതായാണ് വിവരം. അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഈ പ്രാദേശിക ഭീകരരുടെ എല്ലാം വീടുകൾ തകർത്തോ? എങ്ങനെയായിരുന്നു ഇത് തകർത്തത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? ഈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള 2 കശ്മീരി ഭീകരവാദികളുടെ വീടുകളാണ് ഇന്ന് പുലർച്ചെ തകർത്തിരിക്കുന്നത്. ഈ 2 പേർ ആസിഫ് ഷെയ്ഖും അതുപോലെ തന്നെ ആദിൽ തോക്കറും 2 പേരും ലഷ്കർ ഇ തോയ്ബ ബന്ധമുള്ള ഭീകരരാണ്. മാത്രമല്ല അവർക്ക് 2 പേർക്കും ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുമുണ്ട്. അവരുടെ വീടുകളാണ് ഇന്ന് രാവിലെ അധികൃതരെത്തി തകർത്തത്. അതിൽ ആസിഫ് ഷെയ്ഖിൻ്റെ വീട് പുൽവാമ ജില്ലയിലെ ത്രാൽ എന്ന മേഖലയിലാണ്, തെക്കൻ കശ്മീരിലാണ്. ആദിൽ തോക്കറിൻ്റെ വീട് അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബേരയിലാണ്. ഇത് രണ്ടും തെക്കൻ കാശ്മീർ പ്രദേശങ്ങളാണ്. മാത്രമല്ല ഈ ആദിൽ തോക്കറിൻ്റെ എല്ലാം രേഖാചിത്രം കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന പുറത്തുവിട്ടിരുന്നു. ഇയാൾക്ക് ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ട്. ഒപ്പം ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 20 ലക്ഷം രൂപ ഇനാമെല്ലാം പ്രഖ്യാപിച്ചു. അതുപോലെ ഈ 2 പേർക്കും വേണ്ടിയുള്ള അന്വേഷണവും കശ്മീരിൽ ആകെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇവരെ കണ്ടെത്താൻ സഹായിക്കാൻ തദ്ദേശവാസികളോടും നിലവിൽ സുരക്ഷാ സേന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ അധികൃതരെത്തി ഇവരുടെ 2 പേരുടെയും വീട് നിലവിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് തകർത്തു എന്നുള്ള കാര്യമാണ്. അതായത് നിയന്ത്രിതമായി സ്ഫോടനം നടത്താൻ സാധിക്കുന്ന സ്ഫോടക വസ്തുക്കൾ വെച്ച് തകർത്തു എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനകത്തു നിന്നും ചില സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്, ചില ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ചില ഉണ്ടകളും എന്തായാലും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 പേർക്കുമെതിരെ ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം 2 പേരും കശ്മീർ സ്വദേശികളാണ്, പ്രാദേശിക ഭീകരരാണ്. അവർ പിന്നീട് ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിരുന്നു. അതിനുശേഷം ഈ TRFന് വേണ്ടിയിട്ടും എല്ലാം തന്നെ ഭീകര പ്രവർത്തനങ്ങളിൽ നിരന്തരം ഈ ടൂറിസ്റ്റുകൾക്കെതിരെയും അതുപോലെ തന്നെ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കുമെതിരെ എല്ലാം പ്രവർത്തിച്ചിരുന്നു. ആ 2 പേരുടെ വീടാണ് ഇപ്പോൾ എന്തായാലും അധികൃതരെത്തി തകർത്തിരിക്കുന്നത്. കശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഭീകരർക്കെതിരെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വലിയ മാൻഹണ്ട് ഇപ്പോൾ കശ്മീർ വ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ലക്ഷക്കണക്കിന് പേരുടെ ഫോൺ കോളുകൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും ഏകദേശം 2000-ഓളം ആളുകളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ എല്ലാം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ജമ്മു കാശ്മീർ പോലീസും അതുപോലെ സുരക്ഷാ സേനയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർ പലരും നേരത്തെ ഈ ഹാൻഡ്ലർമാരായിരുന്നു, അതായത് ഭീകരർക്ക് സഹായം നൽകിയിട്ടുള്ള ഹാൻഡ്ലർമാർ, ഒപ്പം തന്നെ നിരവധി FIR-ൽ പ്രതികളായിട്ടുള്ളവർ. അങ്ങനെയുള്ളവരെ തേടി പിടിച്ച് അവർക്ക് ഈ ഭീകരരെ സംബന്ധിച്ചും ഭീകരാക്രമണത്തെ സംബന്ധിച്ചും എന്തെങ്കിലും വിവരം ഉണ്ടോ അല്ലെങ്കിൽ അറിയുമോ എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ, അത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പോലീസ് ഇവരെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ തന്നെ ഈ കശ്മീർ മുഴുവനായിട്ടും ഇത്രത്തോളം 2000-ഓളം ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതായത് തദ്ദേശീയരിലൂടെ ഈ ഭീകരർ, കശ്മീർ സ്വദേശികളായിട്ടുള്ള ഭീകരരും ഒപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരരിലേക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ എത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ നിരവധി ഈ ഇൻഫോർമർമാരിൽ നിന്നെല്ലാം തന്നെ വിവരം ലഭിച്ച് ഭീകരരിലേക്ക് എത്തിയിട്ടുള്ള ചരിത്രം മുൻപ് ഒരുപാടുണ്ട്. ഒപ്പം തന്നെ നിരവധി ഹാൻഡ്ലർമാരാണ് ഇത്തരത്തിലുള്ള ഭീകരർക്ക് കശ്മീരിൽ സഹായം ചെയ്ത് നൽകാനുള്ളത്. അത്തരം ഹാൻഡ്ലർമാരെ കണ്ടെത്തുക, ഒപ്പം തന്നെ തദ്ദേശീയ വാസികളിൽ നിന്നും ഇവരെ സംബന്ധിച്ച് വിവരം ലഭിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 20 ലക്ഷം രൂപ പ്രതിഫലം ഇനാമും കൂടെ ഇപ്പോൾ എന്തായാലും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ചോദ്യം ചെയ്യലും ഈ ഫോൺ കോൾ പരിശോധിക്കുന്നതെല്ലാം ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട്. ഇത് ഈ ഭീകരരെ ട്രാക്ക് ചെയ്യാനുള്ള നടപടികൾ ഒന്ന് മാത്രമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഇതാണ്. അതിന്റെ വിശദാംശങ്ങളാണ് അർജുൻ പീതാംബരൻ നൽകിയത്.